ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷാജാൻ ഇപ്പോ പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെ, ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ളവർ തന്നെ പറയുന്നു, ഇത് ഭരണമല്ല പ്രശ്നം, പിണറായി എന്ന വ്യക്തിയാണ് തോൽവിക്ക് കാരണം, ക്യാപ്റ്റനാണ് എന്ന് തുറന്ന് പറയുന്നു. മാത്രമല്ല ചില നേതാക്കന്മാരൊക്കെ, പ്രാദേശിക നേതാക്കന്മാരൊക്കെ പാർട്ടി വിടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ പലയിടത്തും ഭീഷണി. കഴിഞ്ഞ ദിവസം ഈ പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറിയെ പഴയ MLA TI മധുസൂദനൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അങ്ങനെ പലതും നടക്കുകയാണ്. ഇവിടെ നോക്കൂ, ധർമ്മടത്ത് പോലും പിണറായി പിറകിൽ പോയി അല്ലേ? മാത്രമല്ല തളിപ്പറമ്പ്, പയ്യന്നൂർ, അമ്പലപ്പുഴ, അങ്ങനെ ഈ കോട്ടക്കൊത്തളങ്ങളെല്ലാം തകർക്കപ്പെട്ടു. എന്നിട്ടും പറയുകയാണ് പാർട്ടി പരിശോധിക്കും. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കണ്ടില്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സിദ്ധാന്തമാണ് പ്രധാനം, ദർശനമാണ് പ്രധാനം. എന്ത് മണ്ണാങ്കട്ടിയാണ് ഈ സിദ്ധാന്തവും ദർശനവും വെച്ച് ചെയ്തത്? ഇവിടെ പിണറായി പറയുന്നിടത്തല്ലേ പാർട്ടിയും ഭരണവും പോയത്? ഒരു കൂട്ടുത്തരവാദിത്തം പോലും ഉണ്ടായിരുന്നില്ലല്ലോ മന്ത്രിസഭയ്ക്ക്. അത് പല ഘട്ടങ്ങളിലും വിളിച്ചു പറയുകയും ചെയ്തതല്ലേ. ഇപ്പോൾ അവസാനം ഈ പ്രചരണ രംഗത്ത് പോലും പിണറായി മാത്രം മതി. എവിടെ നോക്കിയാലും പിണറായി, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പിണറായി വിജയം മാത്രം. ആ ഒരു അവസ്ഥയിൽ പിണറായിയെ പ്രൊജക്റ്റ് ചെയ്ത് ഇതാ 3.0 വരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം 3G ആയി മാറിയതല്ലേ? ഇതിന് ഉത്തരവാദി പിണറായി തന്നെയല്ലേ? എല്ലാന്ന് പറയാൻ പറ്റുമോ ഷാജഹാൻ? അല്ല, എന്നെ എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, CPM എന്നും പറഞ്ഞ് ഒരാൾ അവിടെ വന്ന് ഇരിപ്പുണ്ട്. ദേവി, ഇത് ഞാൻ പറഞ്ഞു തീരുന്നത് വരെ വ്യക്തിപരമായി സംസാരിക്കുകയാണെങ്കിൽ ഈ ചർച്ച ഞാൻ ഉണ്ടാവില്ല. ഇല്ല, ഒരു ഒരു മിനിറ്റ്. ശ്രീ ഷാജഹാൻ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളിലേക്ക് പോകും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പണിയല്ല. ഞാനൊരു കാര്യം പറഞ്ഞു, ഈ സമനില പോയവരെ ദയവേദി ചർച്ചയ്ക്ക് വിളിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. ഇയാൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ സമയത്തൊന്നും ഞാൻ ഒരു വാക്ക് പോലും ഞാൻ മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അനിൽ നമ്പ്യാർ രവിശങ്കർ പ്ലീസ്, അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം താങ്കൾ സംസാരിച്ചപ്പോൾ ഷാജഹാനോ റെജി ലൂക്കോസോ ഒരക്ഷരം പറ്റിയിട്ടില്ല. താങ്കൾ അധിക്ഷേപിച്ചിട്ടില്ല. താങ്കൾ എന്തിനാ ഈ മുൻകൂട്ടി ഇതൊക്കെ കാണുമ്പോൾ താങ്കളെ വ്യക്തിപരമായി സമനില പോയവരെ വിളിച്ച് ഇരുത്താതെ എന്റെ സമയം കളയാതെ ഞാൻ തിരിച്ചു പോയേക്കാം, എനിക്ക് പ്രശ്നമില്ല. സമനില പോയവരെ ചർച്ചയിൽ ഇരുത്തരുത്. സമനില വേണം ചർച്ചയിൽ ഇരിക്കാൻ. ഞാൻ ആദ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തോ ചെയ്യുമെന്ന് പറയുന്നത്. ഇതൊക്കെ എവിടെ? ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഈ CPM എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വന്ന് ഇരിപ്പുണ്ട്. അയാൾ കുറേ നേരം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു വാക്ക് പോലും അതിനിടയിൽ മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തീരുന്നത് വരെ ഈ CPM എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നയാൾ മിണ്ടാതിരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചു തുടങ്ങാം. ഓക്കെ, ഉറപ്പുണ്ടോ? അത് എന്റെ കാര്യമല്ല, അത് അനിൽ നമ്പ്യാരുടെ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ മിണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മിണ്ടായിരിക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കണം. ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. നിങ്ങൾ ആരും വരട്ടാനും നിൽക്കണ്ട. ഞാൻ CPM-നെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ വായടച്ചിരിക്കുമെങ്കിൽ ഞാൻ സംസാരിക്കാം. ഞാൻ നിർത്തിയിട്ട് പോയാൻ പോകും. അതായത് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, CPM എന്ന് പറഞ്ഞ പാർട്ടി ഈ കേരളത്തിൽ തിരിച്ചിനി വരാൻ പോകുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പശ്ചിമ ബംഗാൾ, ഇപ്പോൾ ഇവിടെ CPM എന്ന് പറഞ്ഞ ഒരാൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടു, കേരളത്തിൽ പോയിട്ടുണ്ട്, കേരളത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ടെന്നൊക്കെ. ഈ പറയുന്ന ആളോട് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. 35 വർഷക്കാലം തുടർച്ചയായി ബംഗാളിൽ ഭരിച്ചു. 5 വർഷം അവിടെ നിരന്തരമായി അധികാരത്തിലിരുന്നു. 294 അംഗ നിയമസഭയിൽ 200 സീറ്റ് പോലും നേടി അവിടെ ഭരണത്തിൽ വന്നു. 50% വോട്ട് മേടിച്ചു. അവിടെ ഇപ്പോൾ എന്താണെന്നറിയാവോ അനിൽ നമ്പ്യാരെ? ഞാൻ ഈ CPM-കാരെന്ന് പറഞ്ഞ ആളടുത്ത് പറയുന്നില്ല. അനിൽ നമ്പ്യാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത്തവണ അവിടെ ഒരു സീറ്റേ ഉള്ളൂ, ഒരു സീറ്റ്. 2011 എടുത്ത് ജനം ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതാണ് ബംഗാളിലെ പാർട്ടിയെ.
ഇപ്പോൾ ബംഗാളിലെ പാർട്ടിക്ക് ഒരു സീറ്റേ ഉള്ളൂ. ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, ഇതുപോലുള്ളവരാണ് CPM-ൻ്റെ ആളുകളെങ്കിൽ കേരളത്തിൽ ഇനി പൊടി പോലും CPM-നെ തിരിച്ചു കിട്ടില്ല, പൊടി പോലും കിട്ടില്ല. ഞാൻ ചില കണക്കുകൾ ഞാൻ അനിൽ നമ്പ്യാരുടെ പറയാം. ഇപ്പോൾ പിന്നെ CPM-ൻ്റെ കിട്ടിയ വോട്ടിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നത് കേട്ടു. ഞാൻ CPM-ൻ്റെ കണക്ക് ഇന്ന് നോക്കി. 2021 അപേക്ഷിച്ച് 2026 CPM-ന് 5,80,000 വോട്ടാണ് കുറഞ്ഞത്. ഈ 5,80,000 വോട്ട് കുറഞ്ഞതിൽ 1,70,75,000 വോട്ടും കുറഞ്ഞത് പാർട്ടിയുടെ ഈറ്റിലമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലാണ്. എന്ന് പറഞ്ഞാൽ CPM-ന് കുറഞ്ഞ 5,80,000 വോട്ടിൽ 30% വോട്ടും കുറഞ്ഞത് CPM-ൻ്റെ ചുവപ്പ് കോട്ടയിലാണ്. അനിൽ നമ്പ്യാർ മനസ്സിലാക്കാനും ഈ ചർച്ച കേൾക്കുന്നവരും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. കണ്ണൂർ എന്ന് പറഞ്ഞ ആ ജില്ലയിൽ CPM ജയിച്ചാലും തോറ്റാലും 6-7 മണ്ഡലത്തിൽ 40,000, 50,000, 60,000 വോട്ടിന് ജയിക്കുന്ന ജില്ലയാണ്. ആ ജില്ലയിലാണ് CPM-ന് മൊത്തം കുറഞ്ഞ വോട്ടിൽ 30% കുറഞ്ഞിരിക്കുന്നത്. അല്ല, ഇത്തവണ സംഭവിച്ചിട്ടുള്ളത് എന്താ? ഇത്തവണ സംഭവിച്ചിട്ടുള്ളത് എവിടെയൊക്കെ CPM-ന് ചുവന്ന കോട്ടകളുണ്ടോ അവിടെയെല്ലാം UDF വൻ വിജയം നേടിയിട്ടുണ്ട്. ഞാൻ കണ്ണൂർ മുതൽ ഞാൻ തിരുവനന്തപുരം വരെ ഞാൻ അനിൽ നമ്പ്യാരോട് പറയാം. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം അവിടെ പിന്നെ CPM ജയിച്ചിട്ടുള്ളൂ. അവിടെ പാലക്കാട് നിന്നൊരു ചെറുപ്പക്കാരൻ അവിടെ ജയിച്ചു. പയ്യന്നൂർ മണ്ഡലത്തിൽ 15 പ്രാവശ്യം CPM മാത്രമേ ജയിച്ചിട്ടുള്ളൂ. 2021 1.25 ലക്ഷം വോട്ടുള്ള പയ്യന്നൂരിൽ 93,000 വോട്ട് CPM-നായിരുന്നു. അവിടെ 50,000 വോട്ടിനാണ് CPM 2021 ജയിച്ചത്. അവിടെയാണ് കതർ ഷർട്ട് വിട്ട് ഒറ്റമുണ്ട് കൊടുത്ത് ഊതിയാ തെറിച്ചു പോകുന്നൊരു മനുഷ്യൻ V. കുഞ്ഞികൃഷ്ണൻ 50,000 വോട്ടിന് അവിടെ ജയിച്ചു. തളിപ്പറമ്പ് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ CPM തോറ്റിട്ടില്ല. കഴിഞ്ഞ തവണ 25,000 വോട്ടിന് ജയിച്ചെടുത്ത് 18,000 വോട്ടിന് അവിടെ TK ഗോവിന്ദൻ ജയിച്ചു. പിന്നെ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചിട്ട് ഇവിടെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേട്ടു. പിണറായി വിജയനെ കുറിച്ചിട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും പിണറായി വിജയനെ ധർമ്മടത്തെ ജനങ്ങൾ വെറുതെ അങ്ങ് തോൽപ്പിക്കുകയല്ല ചെയ്തത്, എടുത്ത് ചവിട്ടി തിരുമിയാണ് തോൽപ്പിച്ചത്. ഏത് ചവിട്ടി തിരുമി, ചുമ്മാ അങ്ങ് തോക്കണ്ട എന്ന് പറഞ്ഞ് 6 റൗണ്ട് പുറകിൽ പോയി. 50,000-ലധികം വോട്ടിന് 2021 ജയിച്ചെടുത്ത് 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. പിണറായി വിജയന് ഇതിൽ കൂടുതൽ എന്തടിയാണ് ജനങ്ങൾ കൊടുക്കാനുള്ളത്? എന്താ പിണറായി വിജയൻ നമ്മളോട് പറഞ്ഞത്? പിണറായി വിജയൻ നമ്മളോട് പറഞ്ഞ് എൻ്റെ മുഖം ഫുൾ ഫിഗർ മാത്രം. അത് ചോദിക്കുമ്പോൾ മോദിയുടെ കാര്യമൊക്കെ മറുപടി ചെയ്യുന്നു. വാട്ട് അബൌട്ട് ഉണ്ടെന്ന് ഇവിടെ കാര്യമില്ല. 10,000 ചില്ലാനം പിന്നെ വലിയ ഹോർഡിങ്ങുകളിൽ എത്ര കോടി, പകുതി അയാളുടെ മോന്ത മാത്രം. അല്ല വരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പകുതി മോന്ത വെച്ച ഈ പിണറായി വിജയനാണ് VS അച്യുതാനന്ദൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സൂഫിയുടെ പിന്നെ കഥയും കൊണ്ട് വന്നിട്ട് കടലിൻ്റെ മാർത്തടത്തിൽ ഇവിടെ ഇരിക്കുന്ന CPM-ൻ്റെ ആൾ കേൾക്കണം, കടലിൻ്റെ മാർത്തടത്തിൽ ചേർന്ന് നിന്നാൽ മാത്രമേ പിന്നെ നേതാവുള്ളൂ എന്ന് പറഞ്ഞ അയാൾ ഒരു 10,000 ചില്ലാനം പിന്നെ വലിയ ഹോർഡിങ്ങുകളിൽ പകുതി മോന്ത കൊണ്ട് വെച്ചപ്പോൾ CPM-കാരൻ തീരുമാനിച്ചു, ആര് താഴെത്തട്ടിലെ അണി, അവൻ തീരുമാനിച്ചു പണി കൊടുക്കുമെന്ന് തീരുമാനിച്ചു. ഇനി കണ്ണൂരത്തെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇനി കോഴിക്കോടോട്ട് വന്നേ. കോഴിക്കോട് CPM-ൻ്റെ ഏറ്റവും ഉറച്ച മണ്ഡലം എന്താ? ബേപ്പൂര. അവിടെ 29,000 വോട്ടിന് മരുമകൻ ജയിച്ചെടുത്ത് ഇത്തവണ 7,000 വോട്ടിനാണ് ജയിച്ചത്. അവിടെ പേരാമ്പ്ര എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ട്. അവിടെ 42 വർഷമായി CPM മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അവിടെ ഒരു പെങ്കൊച്ചു വന്നു 6,000 വോട്ടിന് ജയിച്ചു. ഏലത്തൂർ എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ട്. അവിടെ CPM ഒരു ശവചരീരത്തിനെ കൊണ്ട് നിർത്തിയാൽ പോലും ജയിക്കുന്ന സ്ഥലമാണ് ഏലത്തൂർ. അവിടെ ഒരു കാർന്നൂര്, അറിയാമല്ലോ, പേര് ഞാൻ പറയുന്നത്, അയാൾ തോറ്റു. ഇനി നിങ്ങൾ മലപ്പുറത്തേക്ക് വാ. CPM എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ കേൾക്കണം ഇതൊക്കെ. ഇപ്പോഴും വന്ന് CPM-നെ താങ്ങുകയാണല്ലോ. മലപ്പുറം ജില്ലയിൽ CPM എല്ലാ കാലത്തും ജയിക്കുന്ന ഒരു മണ്ഡലമുണ്ട്. ഇമ്പിച്ച് ബാബു മുതൽ ശ്രീരാമകൃഷ്ണൻ വരെ ജയിച്ച പൊന്നാനി, ആ പൊന്നാനിയിലും തോറ്റു. മലപ്പുറം ജില്ലയിൽ CPM ഇല്ല. ഇനി നേരെ ഇടുക്കിയിലോട്ട് വരൂ. ഇടുക്കിയിൽ 40,000 വോട്ടിന് MM മണി ജയിച്ച മണ്ഡലം തോപ്പിച്ച് കൈ കൊടുത്തു.
ഇനി കൊല്ലത്തെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം കൊല്ലത്ത് ഈ പാർട്ടിയൊന്നും ഇല്ല, അതെല്ലാം തീർന്ന പാർട്ടിയാണ്. തിരുവനന്തപുരത്ത് വാമനപുരം എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ട്. രൂപീകരണത്തിന് ശേഷം ഇതുവരെ CPM മാത്രമേ, അവിടെ എന്തോ സുധീർ ഷാ പാലോടെന്നും പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അവൻ ജയിച്ചു. അപ്പോൾ CPM-നെ വിയർപ്പൊഴുക്കി ജയിപ്പിക്കുന്ന CPM-ന്റെ അണികൾ, CPM-ന്റെ ഈ പിണറായി ഈ പിന്നെ ഇന്നിപ്പോൾ ഒരാൾ പത്രസമ്മേളനം നടത്തുന്നത് കണ്ടു, ഗോവിന്ദൻ ഇറങ്ങി കാലിൻ്റെ ഇടയിൽ വാലും ചുരുട്ടി ഓടുകയാണ് അയാൾ. കാരണം എന്താ, അയാളുടെ പ്രധാനപ്പെട്ട പണി എന്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? ഭാര്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഭാര്യ ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു, തോപ്പിച്ച് കൈ കൊടുത്തു. അപ്പോൾ പാർട്ടിയിലെ അണികളുണ്ടല്ലോ, അവർ തീരുമാനിച്ചു, അവർ കൊടുത്തു, മസ്തകത്തിന് അടി കൊടുത്തു. അവരിത് കൊടുത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അവർ പിന്നെ ബംഗാളും ത്രിപുരയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, പോയിട്ട് വന്നിട്ടില്ല. വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഒക്കെ തോറ്റിട്ടുണ്ട്, പക്ഷെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ബംഗാളിലും ത്രിപുരയിലും പോയിട്ട് പിന്നെ പൊടി പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് പോയാലും വേണ്ടില്ല, 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരണം, അപ്പോൾ പോകണമെങ്കിൽ നല്ല അടി കൊടുത്ത് വിടണം എന്ന് പറഞ്ഞ് അടി കൊടുത്ത് വിട്ടു. സത്യം പറഞ്ഞാൽ ജനാധിപത്യം, ഞാൻ ആദ്യത്തെ ഞാൻ തീർക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്താണെന്നറിയോ? ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എസ്കോർട്ട് 40 വണ്ടിയൊന്നും ഇല്ലാതെ ഒരു വെള്ള വണ്ടിയിൽ വന്ന് ഇറങ്ങി ഇങ്ങനെ അനങ്ങി നടന്നു പോകുന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ഈ ഇരിക്കുന്ന ഞാൻ 2017 8 ദിവസം ജയിലിലിട്ടു ഇയാൾ, ഈ പിണറായി വിജയൻ. ഫോർ വാട്ട് റൈം ഓർ റീസൺ 8 ദിവസം ജയിലിലിട്ടു. എൻ്റെ അമ്മ നിരാഹാരം കിടന്നില്ലായിരുന്നെങ്കിൽ എന്നെ അവിടെ ഇട്ട് ചവിട്ടി കൊല്ലുമായിരുന്നു ഇയാൾ. 2025 എന്നെ പിടിച്ച് കസ്റ്റഡിയിലെടുത്തു. ഫോർ വാട്ട് റൈം ഓർ റീസൺ? എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യ ഇല്ലാത്തപ്പം റെയ്ഡ് നടത്തി. ഫോർ വാട്ട് റൈം ഓർ റീസൺ? ഇതൊക്കെ ചെയ്തത് ആരാ? ഇതൊക്കെ ചെയ്തത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അയാളെ ജനമെന്ന് പറഞ്ഞ ജനമല്ല, CPM-കാർ, ജനം മാത്രമല്ല CPM. എന്നോട് ഞാൻ തീർക്കുകയാണ്. എന്നോട് UDF-ൻ്റെ നേതാക്കൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഷാജാനെ, ഞങ്ങളൊരു 75-80 സീറ്റേ കിട്ടുമെന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചത്, ഈ 102 സീറ്റ് കിട്ടിയത് തന്നത് നിങ്ങളാണ്. ഞാൻ ചോദിച്ചു, ആര്? CPM-ൻ്റെ അണികൾ. അതുകൊണ്ട് CPM-ൻ്റെ അണികൾ പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും കരണക്കുറ്റി അടിച്ച് 32 പല്ലും താഴെയിട്ടതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അത് അടുത്ത 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാനുള്ളൊരു ഡോസ് അവർ കൊടുത്തതാണ്. ഓക്കെ, നമുക്ക് റിജിയിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം.